ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണി ക്ലയൻസിനോട് ആവശ്യപ്പെടുകയാണ്, എനിക്കൊരു അരമണിക്കൂർ സമയം തന്നാൽ മതി, അരമണിക്കൂറിനുള്ളിൽ ഞാൻ പുതിയ ഡിസൈൻ വരച്ച് പൂർത്തിയാക്കുമെന്ന്. എന്നാൽ ഇത് കേൾക്കുന്ന ക്ലയൻസ് ആണെങ്കിൽ കൺമണിയെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ആക്സിഡന്റിൽ കൺമണിയുടെ ബുദ്ധിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അരമണിക്കൂറിനുള്ളിൽ ഡിസൈൻ വരച്ച് പൂർത്തിയാക്കുകയോ? അതും ഞങ്ങളെപ്പോലെ ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പിന് വേണ്ടി? മണ്ടത്തരം പറയുന്നതിനും ഒരു ലിമിറ്റ് വേണ്ട കൺമണി എന്നൊക്കെ ചോദിച്ചു പോവുകയാണ് അവർ. അപകടം പറ്റി ക്ഷീണിച്ചിരിക്കുക, കൈക്ക് നല്ല പരിക്കുമുണ്ട്. അതുകൊണ്ട് ഇനി ഈ കൈ കൊണ്ട് വരയ്ക്കാനൊന്നും പറ്റില്ല. ഇനി വരയ്ക്കുകയാണെങ്കിൽ തന്നെ 5 ദിവസമെങ്കിലും എടുക്കും വരച്ച് തീർക്കാൻ വേണ്ടി. എന്നാൽ കൺമണി അവരോട് പറയുന്നുണ്ട്, കൈകൊണ്ടല്ല സാർ ഞാൻ വരയ്ക്കുന്നത്, മനസ്സുകൊണ്ട്. എന്നാൽ ആ പറയുന്നത് കേട്ടിട്ടും പക്വതയില്ലാതെ സംസാരിക്കുന്നു കൺമണി എന്നൊക്കെയാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ കൺമണി അവരോട് വീണ്ടും പറയും, സംസാരിക്കുന്നത് എന്താണെന്ന് പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. പറയുന്നത് ആരോടാണെന്ന് എനിക്കറിയാം. അരമണിക്കൂർ കൊണ്ട് ഞാൻ എൻ്റെ ഡിസൈൻ വരച്ച് പൂർത്തിയാക്കും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ലൈവായിട്ട് ഞാൻ വരയ്ക്കും. എനിക്ക് ഒരു അവസരം തരണം സർ. ആശുപത്രിയിൽ നിന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും ഞാൻ ഓടി വന്നത് നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ. വേദനയൊന്നും ഞാൻ അറിഞ്ഞില്ല. അത്രയ്ക്ക് ആവേശം മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആശുപത്രിയിലല്ല എൻ്റെ മുറിവ് ഉണങ്ങാൻ പോകുന്നത്, ഇവിടെ ഈ ഡിസൈൻ തീരുമ്പോഴാണ്. അതുകൊണ്ട് എനിക്ക് ഒരു അവസരം കൂടെ തരണം എന്ന് അപേക്ഷിക്കുമ്പോൾ ആ ക്ലയൻസ് ചോദിക്കുകയാണ് സംശയത്തോടെ, ഈ ഡിസൈൻ കൺമണിക്ക് വരച്ചു തീർക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോന്ന്. കൃഷാണ് അതിന് മറുപടിയായിട്ട് വരുന്നത്. ഉണ്ട് സർ, വിശ്വാസമുണ്ട്. കാരണം പറയുന്നത് കൺമണിയാ, അവളൊന്നും വെറുതെ പറയില്ല. അരമണിക്കൂർ കൊണ്ട് അവളൊരു ഡിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവൾ ചെയ്തിരിക്കും. സാറിന് ഈ ഡിസൈൻ അന്വേഷിച്ച് പാരീസിലോ ഇറ്റലിയിലേക്കോ ഒന്നും പോകേണ്ടി വരില്ല. കൺമണിക്ക് ഒരു അരമണിക്കൂർ കൊടുത്താൽ മതി. എന്തായാലും ക്ലയൻസ് ഈ വാക്കുകൾ കേട്ടിട്ടും അത്ര വിശ്വാസമൊന്നും കൊടുക്കുന്നില്ല. എങ്കിലും പറഞ്ഞ സ്ഥിതിക്ക് അരമണിക്കൂർ സമയം തരാം എന്ന് തന്നെ അവരെ ഏൽക്കുകയാണ്. മുഴുവനാക്കേണ്ട കാര്യമില്ല, പകുതിയെങ്കിലും പൂർത്തിയാക്കിയാൽ മതിയെന്നും അവർ പറയുന്നു. അതിനുപോലും നിങ്ങളെക്കൊണ്ട് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കളിയാക്കിയതായിട്ട് ഞങ്ങൾ കരുതും. പിന്നെ മുതൽ ഞങ്ങളുടേതെന്നല്ല, ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെടുന്ന ഒരു പ്രോജക്റ്റും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് അവർ. കൃഷാണെങ്കിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അവർക്ക് മറുപടി കൊടുക്കുകയാണ്, കൺമണി ഇത് ചെയ്തിരിക്കുമെന്ന്. അങ്ങനെ ഡിസൈൻ തുടങ്ങാൻ തന്നെ അവർ അനുവാദം കൊടുക്കുകയാണ്. കൺമണിക്കും കൃഷ്ണനും ഒരുപാട് സന്തോഷമാവുന്നു. താനിതിൽ വിജയിക്കും എന്നുള്ളൊരു നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ തന്നെ നിൽക്കുന്നു. അതിനുശേഷം കളിച്ചിരിച്ച് സന്തോഷത്തോടെ നടക്കുന്ന വരുണിനെ നമ്മുടെ കരീം സാഹിബ് വഴിയരികിൽ കാത്തു നിൽക്കുകയാണ്. വരുണിനാണെങ്കിൽ കരീം സാഹിബിനെ കണ്ടിട്ട് അത്ര ഓർമ്മ വരുന്നില്ല. കരീം സാഹിബ് തന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വരുണൊന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നീട് ഓർത്തെടുക്കുമ്പോഴാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് ആ കരീം സാഹിബാണല്ലോ എന്ന് ഓർത്ത് വരുണിന് ശരിക്കും പേടിയാവുന്നത്. എനിക്ക് കുറച്ച് ധൃതിയുണ്ട്, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് കരീം സാഹിബിന്റെ മുന്നിൽ നിന്ന് തടിയൂരാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും വരുണിനെ പോകാൻ അനുവദിക്കാതെ കരീം സാഹിബിന്റെ കൂട്ടാളികൾ മുന്നിൽ വന്നങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് മര്യാദയുടെ ഭാഷയൊക്കെ മാറി കരീം സാഹിബ് തന്റെ ഉഗ്രരൂപം കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ വരുണിന്. കഴുത്തിൽ പിടുത്തോട്ട് അലറിക്കൊണ്ട് ചോദിക്കുകയാണ് വരുണിനോട്, എവിടെയാണ് ആ ഡിസൈൻ? നീ കൺമണിമോളുടെ അടുത്ത് നിന്ന് തട്ടിയെടുത്ത ആ ഡിസൈൻ. വരുൺ തനിക്ക് അറിയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. തന്റെ കഴുത്തിൽ പിടുത്തമിട്ടിരിക്കുന്ന കരീം സാഹിബിന്റെ കൈകളെല്ലാം പിടിച്ചു മാറ്റി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആവുന്നത്ര. ഒടുവിൽ അത് തട്ടി മാറ്റി രക്ഷപ്പെടുന്നതും നമ്മുടെ കൂട്ടാളികൾ ചേർന്ന് വരുണിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അവർ വേഗം വരുണിനെ തൂക്കിയെടുത്ത് അവരുടെ വണ്ടിക്കുള്ളിലേക്കിട്ട് വരുണിനെ പഞ്ഞിക്കിടാനുള്ള പുറപ്പാടിലുമാണ്. ഇതേ സമയം അലികയിൽ കൺമണി ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ദേവ്ജി കൺമണിയോടായിട്ട് പറയുകയാണ്, നിന്റെ ശരീരത്തിനെ വയ്യായ്മകൾ ബാധിച്ചിട്ടുണ്ടാവും, പക്ഷെ മനസ്സ് ഇപ്പോഴും കരുത്തുള്ളതാണ്. അതുകൊണ്ടാണ് ഈ അവസ്ഥയിലും നീ ഇങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്തത്. ഇങ്ങനെ പറഞ്ഞ ദേവ്ജി തന്നെ കൺമണിക്ക് വരയ്ക്കാനുള്ള ബ്രഷ് കയ്യിലേൽപ്പിച്ചുകൊണ്ട് വരയ്ക്കാൻ തന്നെ പറയുന്നു. ദേവ്ജിയുടെ എല്ലാ ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടെയും ഡിസൈൻ വരയ്ക്കാൻ തന്നെ പോവുകയാണ് കൺമണി. ക്ലയൻസ് ആണെങ്കിൽ അക്ഷമരായിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ തുടങ്ങുന്നതിന് മുമ്പ് കൺമണി കൃഷ്ണനോട് ആവശ്യപ്പെടുകയാണ്, സാർ എൻ്റെ കയ്യിലൊന്ന് പിടിക്കുമോ? ദേവ്ജി പറഞ്ഞതുപോലെ എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് പറ, സാറിന്റെ ശക്തി എനിക്ക് വേണം. അപ്പൊ കൃഷ്ണ ആണെങ്കിൽ കൺമണിയുടെ കൈകളിൽ സ്പർശിച്ചുകൊണ്ട്, കൺമണി, നിനക്കല്ലാതെ മറ്റാർക്കും ഈ വെല്ലുവിളി ഏറ്റെടുത്ത് പൂർത്തിയാക്കാൻ പറ്റില്ല. നിനക്കിത് സാധിക്കും. നീ ഇത് ഗംഭീരമാക്കും. ഈ ഡിസൈൻ ക്ലയൻസിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് അല്ല, നീ എനിക്ക് തരാൻ പോകുന്ന സമ്മാനം. കൃഷിന്റെ വാക്കുകൾ കേൾക്കുന്നതോടെ കൺമണിക്ക് കൂടുതൽ ആത്മവിശ്വാസം കിട്ടുകയാണ്. മതി സാർ, എനിക്ക് ഇത്രയും കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ക്ലയൻസ് അനുവദിച്ചിട്ടുള്ള ആ അരമണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ കൺമണി തന്റെ ഡിസൈൻ ചെയ്തു തീർക്കാൻ പോവുകയാണ്. ഇതേ സമയം ശ്രീദേവിയെ മാനസ് വിളിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട് കൺമണി അവിടെ എത്തിയോന്ന്. അപ്പൊ ശ്രീദേവി അറിയിക്കുന്നുണ്ട്, എത്തി മാനസ മാഡം. ക്ലയൻസിനെ കാണാൻ കൺമണി ഡിസൈനിങ് റൂമിലേക്ക് പോയിരിക്കുക.
ഇത്ര നേരമായിട്ടും പുറത്തേക്ക് വന്നിട്ടില്ല. അതേസമയം മാനസ ശ്രീദേവിയോട് അകത്തെന്താണെന്ന് സംഭവിക്കുന്നതെന്ന് നീ ഒന്ന് നോക്കാൻ ചുമതലപ്പെടുത്തുമ്പോൾ ശ്രീദേവി പറയുന്നുണ്ട്, അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഒന്നും അറിയാൻ പറ്റുന്നില്ല. എനിക്കങ്ങോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ലല്ലോ മാഡം. പിന്നെ മാഡം പറഞ്ഞതുപോലെ അവള് ചിലപ്പോൾ അവരുടെ കാല് പിടിച്ച് കരയുകയായിരിക്കും. ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ, എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഞാൻ അറിയിക്കാം. കൺമണിയാണെങ്കിൽ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൺമണിക്ക് കൈയുടെ വേദന കാരണം തന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്ന് പോലും സംശയിച്ചു പോവുകയാണ്. എങ്കിലും എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഡിസൈൻ പൂർത്തിയാക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൺമണി. എന്താകുമെന്നറിയാൻ അക്ഷമനായിട്ട് നോക്കി നിൽക്കുകയാണ്. കൃഷും ദേവ്ജിയും മഹിയും ക്ലയൻസും എല്ലാം വയ്യാത്ത കൈവച്ച് ബുദ്ധിമുട്ടി വരയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് കൺമണി വരയ്ക്കുന്ന പെൻസിൽ കയ്യിൽ നിന്നും പിടിവിട്ട് താഴെ പോകുന്നുണ്ട്. അതും കൂടെ ആയപ്പോഴത്തേക്കും കൺമണിക്ക് ഒന്നുകൂടെ ടെൻഷനാവുന്നു. പക്ഷേ കൃഷ് കൂളായി തന്നെ നിന്നിട്ട് പെൻസിലെല്ലാം കൺമണിക്ക് എടുത്തു കൊടുത്തിട്ട് കൺമണിയെ വരയ്ക്കാൻ തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കൃഷിന്റെ ആത്മവിശ്വാസം തന്നെയാണ് കൺമണിക്ക് വരയ്ക്കാനുള്ള പ്രചോദനമാകുന്നത്. 26 മിനിറ്റ് കൂടെ സമയം ഇനി ബാക്കിയുള്ളൂ. അതിനുശേഷം നമ്മുടെ ബലരാമൻ കൃഷിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ബലരാമനെ കാണുന്നത് കൃപ സന്തോഷത്തോടെ അച്ഛാ അമ്മേ കല്യാണച്ചക്കൻ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴേക്ക് സാഗറും വരുന്നുണ്ട്. കൃപ പറയും, അച്ഛാ ഏട്ടന്റെ മുഖത്തേക്കൊന്ന് നോക്കി, നമ്മൾ കണ്ടുപിടിച്ച പെണ്ണിനെ എത്രയും പെട്ടെന്ന് കെട്ടാനുള്ള ഒരു മോഹവും നാണവും ഒക്കെ ആ മുഖത്ത് കളിയാടുന്നില്ലേ? എത്രയും ഫാസ്റ്റായിട്ട് തന്നെ കല്യാണം നടത്തണം, എന്നാലേ അതൊട്ട് പറയത്തുമില്ല. ആ അവസ്ഥയിലാണ് നമ്മുടെ ബലരാമേട്ടൻ. ഇതൊക്കെ കേട്ട് ചിരിക്കുന്നുണ്ട് ബലരാമനും സാഗറും ഒക്കെ. പിന്നീട് കൃപ ബലരാമന് വേണ്ടി കണ്ടെത്തിയ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട്, ഇതേ നോക്ക്, ആ പല്ല്, ആ മൂക്ക്, ആ നെറ്റി എങ്ങനെയുണ്ട്, നല്ല സൂപ്പറായിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാണ്. അതേസമയം സാഗർ ബലരാമനെ അറിയിക്കുന്നുണ്ട് കേട്ടോ. എത്ര പേരെ നോക്കിയിട്ടാണെന്നറിയാമോ അവസാനം ഇതിലേക്ക് എത്തിച്ചേർന്നത്? ഒരാൾക്ക് ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ മറ്റേയാൾക്ക് അത് ഇഷ്ടപ്പെടില്ല. അവസാനമാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്. ഇതിലാർക്കും ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല. ഏകകണ്ഠമായിട്ട് പാസ്സാക്കി. ബലരാമനും ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ കൃപ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഇതിൽ തന്നെ അങ്ങ് മൂവ് ചെയ്യാം അല്ലേ ബലരാമേട്ട? ബലരാമനും അതിലേക്ക് തന്നെയാണ് പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പിന്നെ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് നാണത്തോടെ. സുജാതയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നു. പിന്നീട് സുജാതയുടെ അടുത്ത് ചെന്നിട്ട് ബലരാമൻ, അമ്മ എന്താ ഒന്നും പറയാത്തത്? അമ്മയുടെ അഭിപ്രായമാണ് പ്രധാനം എന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ അഭിപ്രായം തന്നെയാണ് അമ്മയ്ക്കും എന്ന് കൃപ പറയുന്നുണ്ട്. അത് കേൾക്കുന്നതും ബലരാമനും, അമ്മയുടെ അഭിപ്രായം അതാണെങ്കിൽ പിന്നെ എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല, ഡബിൾ സമ്മതം എന്ന് അറിയിക്കുകയാണ്. അതും കൂടെ ആകുമ്പോഴത്തേക്കും സാഗറിന് കൃപയ്ക്കൊക്കെ ഒത്തിരി സന്തോഷമാവുകയാണ്. എന്നാൽ സുജാത ഇതൊന്നും തീരെ ഇഷ്ടപ്പെടാതെ ബലരാമനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയാണ് സംസാരിക്കാനായിട്ട്. ഇവിടെ അലികയിൽ കൺമണിക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയം തീർന്നിരിക്കുകയാണ്. ഗംഭീരമായ ആ ഒരു ഡിസൈൻ അരമണിക്കൂറിനുള്ളിൽ തന്നെ കൺമണി ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുന്ന കാണുമ്പോൾ ക്ലയൻസിനൊന്നും വിശ്വസിക്കാനാവുന്നില്ല. അവർക്ക് ഒത്തിരി ഇഷ്ടമായി. എണീറ്റ് നിന്ന് പോവുകയാണ് ഡിസൈൻ കണ്ടിട്ട്. ഈ ദേവിയും ഇതെല്ലാം ഒളിഞ്ഞൊന്ന് കാണുന്നുണ്ടായിരുന്നു. വല്ലാണ്ട് ദേഷ്യമാവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൃഷി തന്നെ കൺമണിയുടെ ഡിസൈൻ കൊണ്ടുവന്ന് ക്ലയൻസിനെ കാണിച്ചു കൊടുക്കുകയാണ്. അടുത്തു നിന്ന് ക്ലയൻസ് ആണെങ്കിൽ അത് കാണുന്നതും സൂപ്പർ എന്ന് പറയാണ്. മാത്രമല്ല കൺമണി അഭിനന്ദിച്ചുകൊണ്ട് കൈയടിക്കുകയും ചെയ്യുന്നു. കൺമണിയും ഡബിൾ ഹാപ്പി. സന്തോഷം കൊണ്ട് കണ്ണ് നിറയുകയാണ് കൺമണിക്ക്. ഡിസൈനിനെ പറ്റി ക്ലയൻസിന് പറഞ്ഞിട്ടും മതിയാവുന്നില്ല. സൂപ്പർ, മാർവലസ് എന്നുള്ള വിശേഷണങ്ങളൊക്കെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അവർ ഡിസൈനിന്. ദേവ്ജിക്ക് അപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത്. ക്ലയൻസ് പിന്നെ കൃഷിന്റെ കയ്യിൽ നിന്ന് ആ ഡിസൈൻ വാങ്ങിയിട്ട് കണ്ണെടുക്കാതെ അതിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. കൃഷ് ആണെങ്കിലും കൺമണിയോടുള്ള നന്ദി സൂചകമായിട്ട് കൺമണിയുടെ അടുത്തേക്ക് ചെന്ന് സ്നേഹത്തോടെ കൺമണിയെ നോക്കി ചിരിക്കുകയും ചേർത്ത് പിടിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് ഒട്ടും സഹിക്കാനാവാതെ നിൽക്കുന്നുണ്ട് ശ്രീദേവിയും. തുടർന്ന് ക്ലയൻസ് ആണെങ്കിൽ പറയുന്നുണ്ട്, സത്യത്തിൽ ഇതൊരു മത്സരമായിരുന്നു, ഞങ്ങളും കൺമണിയും തമ്മിലുള്ള മത്സരം. പക്ഷെ ഇതിൽ കൺമണി തോറ്റുപോകുമെന്ന് ഉറപ്പിച്ചിട്ടാണ് ഞങ്ങൾ നിന്നത്. പക്ഷെ കൺമണി ഞങ്ങളെയാണ് തോൽപ്പിച്ചത്. ശേഷം കൺമണി അവരെ അടുത്തേക്ക് വിളിപ്പിച്ചിട്ട്, യു ആർ ഗ്രേറ്റ് കൺമണി. കൺമണി ആദ്യം പറഞ്ഞു, മനസ്സുകൊണ്ടാണ് വരയ്ക്കുന്നതെന്ന്. അതെ, അത് സത്യമാണ്. കൺമണി മനസ്സുകൊണ്ടാണ് ഇത് വരച്ചത്. ഉറച്ച മനസ്സുള്ളവരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. എത്ര പരിക്കേറ്റാലും ഏത് ആശുപത്രിയിലാണെങ്കിലും മനസ്സുണ്ടെങ്കിൽ ഇതുപോലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നേരത്തെ കൺമണിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അമിത ആത്മവിശ്വാസമാണെന്നുള്ള പുച്ഛവും പരിഹാസവും ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ഇപ്പോൾ അതൊരു ആരാധനയായി മാറി. ഈ ഡിസൈൻ ഞങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ വില നിശ്ചയിക്കേണ്ടത് പക്ഷെ ഞങ്ങളല്ല, നിങ്ങളാ. അലിക തീരുമാനിക്കുന്നതാണ് ഇതിന്റെ പ്രൈസ്. ഏതായാലും കൺമണിക്ക് ഒരിക്കൽ കൂടെ അഭിനന്ദനങ്ങൾ. അങ്ങനെ പറഞ്ഞ് കൺമണിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് അവര്. കൂടെ ദേവ്ജിയും കൃഷും മഹിയും ഒക്കെ കൈയടിക്കുന്നുണ്ട്. എല്ലാവരുടെയും അഭിനന്ദന പ്രവാഹത്താൽ മനസ്സ് അറിഞ്ഞു നിൽക്കുന്നു നമ്മുടെ കൺമണിയും. ഇവിടെ ബലരാമന് സ്നേഹത്തോടെ വന്ന് ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് സുജാത. അപ്പൊ ബലരാമൻ അത് വാങ്ങിയിട്ട് പറയും, സത്യത്തിൽ അമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിപ്പോ ഞാൻ നടന്നു. ചായ കുടിച്ചിട്ട് അതിന് നല്ല അഭിപ്രായം കൊടുക്കുന്നു. അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നു. സുജാതയ്ക്കും സന്തോഷമാവുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതിരിക്കട്ടെ
അവര് കണ്ടുപിടിച്ച ആ പെൺകുട്ടിയെ നിനക്ക് ഇഷ്ടമായോ മോനെ? അവര് കണ്ടുപിടിച്ച കുട്ടിയോ? അപ്പോ അമ്മയ്ക്കും കൂടെ ഇഷ്ടപ്പെട്ട കുട്ടിയല്ലേ? സത്യം പറഞ്ഞ ഞാൻ ഇപ്പോഴൊന്നും ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചതേ അല്ല. പൂർണ്ണമായിട്ടും അങ്ങനെ പറയുന്നത് ശരിയല്ല. ഇടയ്ക്കൊരു തോന്നൽ വന്നതാണ്. ഭാര്യ, കുടുംബം അതൊക്കെ വേണമെന്ന്. ഞാനത് ഭാഗ്യശ്രീയോടും പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഞാനതങ്ങ് വിട്ടു. തിരിച്ച് ദുബായിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് കൃഷും കൃപയും കൂടെ ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചെന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പൊ പിന്നെ അവരുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് ഞാനും കരുതി. ഇത്രയും കേൾക്കുന്നത് സുജാത ബല്ലാമനോട് പറയാം, വേണ്ട, അവരുടെ ആഗ്രഹം നടക്കരുത്. ഇതെന്താണെന്ന് ബല്ലാമൻ അന്തം വിട്ടുകൊണ്ട് ചോദിക്കുമ്പോൾ സുജാത പറയാണ്, മോന് വേണ്ടി അമ്മ ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. ആ കുട്ടിയെ വേണം മോൻ വിവാഹം ചെയ്യാൻ. ബല്ലാമനാട്ടെ ചിരിച്ചുകൊണ്ട്, ഓഹോ, ഇതിനിടയ്ക്ക് അങ്ങനെയൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടായോ? എന്നാ പിന്നെ അതങ്ങോട്ട് പറഞ്ഞ പോരായിരുന്നു. അല്ല, അച്ഛനും കൃപയൊന്നും ഇക്കാര്യം അറിഞ്ഞില്ലായിരുന്നു. അമ്മ എന്തിനാ സർപ്രൈസ് ആക്കി വെച്ചിരിക്കുന്നത്? അവരോടും കൂടെ പറയണ്ടേ? ഞാൻ പറയാം. സുജാത ബലരാമനെ അതിൽ നിന്ന് തടയും. അവരോട് പറയാൻ വരട്ടെ എന്നും. അതിനു മുമ്പ് നിന്റെ സമ്മതമാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ ബലരാമൻ സുജാതയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ്, ഞാൻ പറഞ്ഞില്ലേ അമ്മേ, നേരത്തെ എനിക്ക് ഒരാളോട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പോയി. ഇനിയിപ്പോ ആരാണെങ്കിലും സാരമില്ല. അമ്മ തീരുമാനിക്കുന്ന ആളാണെങ്കിൽ പിന്നെ മറ്റൊന്നും നോക്കാനില്ല. അത്രയും കൃത്യമായിട്ടുള്ള ആളെ മാത്രമേ അമ്മ എനിക്ക് വേണ്ടി കണ്ടുപിടിക്കൂ എന്ന് എനിക്കറിയാം. സുജാതയ്ക്ക് അത് കേട്ട് സന്തോഷമാവുന്നുണ്ട്. എങ്കിലും ബലരാമനോട് ഞാൻ പറയുന്ന ആളെ തന്നെ നീ വിവാഹം ചെയ്യുമെന്ന് എനിക്ക് വാക്ക് തരണമെന്നും ആവശ്യപ്പെടുമ്പോൾ ബലരാമൻ അക്കാര്യത്തിൽ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. തുടർന്ന് ചോദിക്കുന്നുണ്ട്, ആരാണ് എനിക്ക് വേണ്ടി അമ്മ കണ്ടുപിടിച്ചിരിക്കുന്ന കുട്ടി? മാനസയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതങ്ങോട്ട് കാണുന്നതും ബലരാമൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടും. അത് കാണുന്ന സുജാതയും, ഇങ്ങനെ ഒരു ആലോചനയാണ് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവരുന്നതെന്ന് നീ കരുതിയിട്ടുണ്ടാവില്ല അല്ലേ? അതിന്റെ ഒരു പരിഭ്രമം നിന്റെ മുഖത്ത് കാണുന്നുണ്ട്. എനിക്കറിയാം ഇത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ നിനക്ക് പ്രയാസം ഉണ്ടായിരിക്കുമെന്ന്. അനിയന് വേണ്ടി ആലോചിച്ച പെൺകുട്ടിയെ വിവാഹം ചെയ്യേണ്ടി വരിക. പക്ഷെ മോനെ, കൃഷ്ണന് ആദ്യം മുതലേ മാനസയെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. നിന്നോട് അതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. തെറ്റായിട്ടുള്ള രീതിയിൽ ഒരു ബന്ധവും അവർ തമ്മിലുണ്ടായിരുന്നില്ല. ഒരു വിവാഹ നിശ്ചയം നടന്നു, മോതിരവും കൈമാറി. പക്ഷേ കൃഷിന്റെ മനസ്സിൽ ഒരിക്കലും മാനസ ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് മാനസയെ കൈവിടാൻ പറ്റില്ല. എന്റെ മരുമകളായി അവളെ എനിക്ക് ഇവിടെ വേണമെന്ന് ഞാൻ നേരത്തെ തന്നെ ആഗ്രഹിച്ചു പോയതാ. എന്റെ ആഗ്രഹം നടത്താൻ വേണ്ടിയായിരിക്കും ഈശ്വരൻ നിന്നെ എന്റെ മുന്നിൽ എത്തിച്ചത്. നീ തന്നെ പറഞ്ഞു നിനക്ക് പ്രത്യേകിച്ച് സങ്കല്പങ്ങളൊന്നുമില്ലെന്ന്. അപ്പൊ പിന്നെ എനിക്കത് കൂടുതൽ സമാധാനമായി. നിന്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും അത് വലിയ വിഷമമായേനെ. എന്നെ മോൻ ചോദിച്ചില്ലേ ഇവിടെ ബാക്കി ആരോടും പറഞ്ഞില്ലേന്ന്? അവരിതൊന്നും അംഗീകരിക്കില്ല. മാനസയുടെ കാര്യത്തില് ഈ വീടിപ്പോ രണ്ട് ചേരിയില്ല. ഞാനും ചേച്ചിയമ്മയും ഒരു ഭാഗത്ത്, ബാക്കിയുള്ളവര് മറുവശത്ത്. ചേച്ചിയമ്മ ഇക്കാര്യം കൊണ്ട് പിണങ്ങിപ്പോയി. ഇപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്കാ. അതുകൊണ്ട് തന്നെ നീ എന്റെ കൂടെ നിൽക്കണമെന്ന് സുജാത അപേക്ഷിക്കുന്ന പോലെ പറയുകയാണ് ബലരാമനോട്. ബലരാമനാണെങ്കിലും എന്ത് പറയണമെന്നറിയാതെ ആകെ സങ്കടത്തിൽ നിൽക്കുന്നു.